ഇവളെന്താ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ? ഹലോ ടോണി, ആകെ പ്രശ്നമായി. എന്തു പറ്റി? നിന്റെ കല്യാണം ഉറപ്പിച്ചോ? അതല്ല, എന്റെ ഫോണിന്റെ ചേട്ടന്മാരെടുത്ത് നോക്കി. അവർ നമ്മൾ തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞു. എന്നിട്ട് എന്തു പറഞ്ഞു? അവരത് വലിയ കാര്യമാക്കിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇതെന്റെ ലവറാണ് ടോണി, കെട്ടാണെങ്കിൽ ഞാൻ അവനെ മാത്രമേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അത് വേണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ചേട്ടന്മാർക്ക് കൂടുതൽ ദേഷ്യമായത്. എന്നിട്ട് എന്ത് പറഞ്ഞു? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ആര് പറഞ്ഞു പ്രശ്നമായില്ലാന്ന്? ഞാൻ സ്ട്രോങ് ആയി നിന്നു. എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവസാനം ടോണിയെ തല്ലണമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങിയിട്ടുണ്ട്. ടോണിയുടെ നമ്പറൊക്കെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടന്മാര് വന്നാ ടോണി കട്ടക്ക് നിന്നോളണം. എങ്കിൽ നമ്മുടെ കല്യാണം നടക്കും, എനിക്ക് ഉറപ്പാ. ഞാൻ ശ്രമിക്കാം. അല്ല, ഈ തല്ലൂന്നൊക്കെ വെറുതെ പറഞ്ഞായിരിക്കും അല്ലേ? അല്ലല്ല, പണ്ട് എനിക്ക് ലവ് ലെറ്റർ തന്ന ഒരാളെ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട്, 4 റൗണ്ട്. അപ്പൊ ടോണി ഏത് നിമിഷം ചേട്ടന്മാര് തല്ലാനുള്ള പ്ലാനിൽ വിളിച്ച് കാണണമെന്ന് പറയും. തയ്യാറായി നിന്നോ, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഇല്ല. നീ വെക്കുവാണേ. ശരി. 4 റൗണ്ട്. അതില് നല്ലത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് തല്ലുകൊള്ളുന്നതാ. ഇവരെയൊക്കെ ഒഴിവാക്കാൻ നോക്കുമ്പോഴാണല്ലേ കർത്താവേ എല്ലാം കൂടി ഒന്ന് തലേ കയറുന്നത്. ഇവിടെ എവിടെ ഒരു സിം ഉണ്ടായിരുന്നില്ല. ഈ നമ്പർ യൂസ് ചെയ്ത പണി കിട്ടും. അണ്ണോ നമ്പറാണല്ലോ. മിക്കവാറും ഓന്മാർ തന്നെ ആയിരിക്കും. എടുക്കാതിരുന്ന എല്ലാം കൂടി ഇങ്ങോട്ട് വരും. എടുക്കുന്നതാ പറ്റി. ഹലോ, ടോണിയല്ലേ? അതെ. അല്ല, അല്ലേ? ആ അതെ. ഞാൻ മീനയുടെ ചേട്ടനാണ്. എനിക്ക് ടോണിയെ ഒന്ന് കണ്ട് സംസാരിക്കണമായിരുന്നു. ഇന്ന് താൻ ഫ്രീ ആണോ? ഏയ്, ഞാൻ ഫ്രീ അല്ല. ശരി, വെക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ടോണി. എനിക്ക് തന്നെ ഇന്ന് കണ്ട് സംസാരിച്ചേ പറ്റൂ. നീ ഇന്ന് ഫ്രീ ആകണം. ഇല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ വരാം. അയ്യോ വേണ്ട, എവിടാന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. എന്നാൽ രാവിലെ 11 മണിക്ക് പാലാരിവട്ടം ബൈപ്പാസിലുള്ള ജിമ്മിൽ നീ വരണം. വന്നേ പറ്റൂ. ഓക്കെ. ഇങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് മതി മെഡിക്കൽ കോളേജിൽ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുക്കാൻ. നല്ല സ്ഥലത്തേക്കാണ് വിളിച്ചിട്ടുള്ളത്. കിട്ടിയോ? ഇല്ല, റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അവനിത് എവിടെ പോയി കിടക്കുക? ശരിയാ, സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല. ആരോടും മിണ്ടാതെ പോവാറുമില്ല. എന്നും കോഫി ഷോപ്പിൽ നേരത്തെ എത്തുന്ന ആളാ. ഇന്ന് എന്ത് പറ്റി? എത്ര നേരമായി വിളിക്കാറിയോ? ഒന്ന് തിരിച്ചു വിളിക്കുക പോലും ചെയ്തില്ല. സുനിൽ എന്തോ പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റാൻ? ചിലപ്പോ രണ്ടാമത് ആത്മഹത്യ ചെയ്ത് കാണും. രണ്ടാമതോ? അന്ന് ചെയ്തിട്ട് നടക്കാതെ പോയില്ലേ, അതിന്റെ വിഷമം അവന്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് കാണാം. അതിനെന്തിനാ അവൻ ആത്മഹത്യ ചെയ്യുന്നേ? ഇപ്പൊ അവന് ജോലി ഉണ്ടല്ലോ. ആത്മഹത്യ ചിലർക്കൊരു വീക്ക്നെസ്സാ. ഈ ആത്മഹത്യയാണ് എല്ലാത്തിനും പരിഹാരം എന്ന് ആലോചിക്കുന്നവർ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എല്ലാ ആത്മഹത്യ ചെയ്തു പോയി. സത്യം. ഒന്ന് മിണ്ടാതിരിക്കോ? ഞാൻ മിണ്ടായിരുന്ന സുനിൽ വരുമോ? നീ മിണ്ടാതിരുന്ന നീരജ് വരുമെന്ന് മനസ്സിലായില്ലേ? ഓ, ഹായ് പാറു, ഹായ് ആനന്ദ്. ടോണി എവിടെ? ഇവിടെ വേറെ ആളെ കാണാതെ പോയിട്ട് കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോഴാണ് നിന്റെ ടോണിയെ കണ്ടുപിടിച്ചേരുന്നത്. വേറെ ആരെയും കാണാതെ? സുനിലിനെ കാണാനില്ല. പിന്നെ ടോണി ഇവിടെ എത്തേണ്ട സമയമായിട്ടില്ലല്ലോ. സുനിൽ എവിടെ? നിനക്ക് ഇനി ആരെയും വേണോ? ആദ്യം ടോണി, ഇപ്പൊ സുനില്. എനിക്ക് കാണേണ്ട ടോണിയാ. പിന്നെ സുനിലിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ഒന്ന് ചോദിച്ചേ ഉള്ളൂ. സുനിലിനെ രാവിലെ മുതൽക്ക് കാണാനില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഒളിച്ചോടി പോയി കാണും. അതിന് അവന്റെ കൂടെ ഓടാൻ ആരെയും വേണ്ടേ? പറയാൻ പറ്റില്ല. ലോകത്തെ എല്ലാവിധ ആമ്പിള്ളേരെ പ്രേമിക്കാൻ ഓരോ പെമ്പിള്ളേരുണ്ടാവുമല്ലോ. ആദ്യം നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾ എഴുതാം. ഞാൻ പറയുന്നു സുനിൽ ആത്മഹത്യ ചെയ്തു. നീരജ, നീ പറയുന്ന അവൻ ഒളിച്ചോടി പോയിന്നല്ലേ? എടാ, ആത്മഹത്യ ചെയ്ത ആളെങ്ങനെ ഒളിച്ചോടി പോവാനാ? കറക്റ്റാ. ശരി കേട്ടോ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതിയാണ്. കാണാതായ ഒരാൾ. സുനിലിനെ ഞാൻ കണ്ടുപിടിക്കും, പിടിച്ചിരിക്കും. ഇന്ന് ഞാൻ ഇതിന്റെ പുറകെ. സുനിലിന്റെ തിരുദ്ധാനം. ഓ, തിരുദ്ധാനല്ല, തിരോധാനം. രണ്ടായാലും ആളെ കാണാനില്ലല്ലോ. ആളെ ഞാൻ കണ്ടുപിടിക്കും. അതിനു മുമ്പ് ടോണി എനിക്കൊന്ന് കാണണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പൊ ശരി പാറു, ബൈ. എനിക്കില്ലേ കഷ്ടം. ആ റോയ്ച്ച ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. ഫോണും എടുക്കുന്നില്ല. ആ, അവിടെയോ? ആ ശരി, ഓക്കെ. റോഷൻ എന്ത് പറഞ്ഞു? റോയ്ച്ചൻ കുറച്ച് സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെയൊക്കെ പോയി നോക്കാൻ പറഞ്ഞു.
ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. റോയ്ച്ചൻ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നാ പറഞ്ഞേ. ആ